സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണം CBIക്ക് കൈമാറിയതിലും സാങ്കേതിക വീഴ്ചയുണ്ടായി. CBI അന്വേഷണത്തിനുള്ള വിജ്ഞാപനം അയച്ചതിലാണ് വീഴ്ച സംഭവിച്ചത്. കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് നൽകേണ്ടതിന് പകരം നൽകിയത് കൊച്ചി CBI ഓഫീസിലേക്കാണ്. വിവരങ്ങളുമായി MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ പിഴവ് അത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും നമുക്കറിയാം രമണി, ഈ വിഷയത്തിൽ സമ്പൂർണമായ പിഴവാണ് സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തിന് വന്നിട്ടുള്ളത്. കാരണം ആഭ്യന്തര മന്ത്രാലയം ആദ്യമേ തന്നെ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു വിജ്ഞാപനം ഇറക്കുന്നു, ഇത് CBIക്ക് കൈമാറാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നു. പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അത് CBIക്ക് കൈമാറാനുള്ള നടപടി ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അപ്പോൾ തീർച്ചയായും അവിടെ ആഭ്യന്തര വകുപ്പിന് വലിയ പിഴവുണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ സിദ്ധാർത്ഥന്റെ അച്ഛൻ തന്നെ രംഗത്ത് വരികയാണ്. മുഖ്യമന്ത്രിക്കെതിരെ സമരം നടത്തും, ക്ലിഫ് ഹൗസിൽ സമരം നടത്തും തുടങ്ങിയ കാര്യങ്ങൾ അറിയിച്ച് അച്ഛൻ തന്നെ രംഗത്ത് വരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ വളരെ പെട്ടെന്ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് വിശദമായ ഇതിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് CBIക്ക് കൈമാറുന്നത്, എവിടെയാണ് കാലതാമസം ഉണ്ടായത്? ഇത്തരത്തിലുള്ള ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് വിശദാംശം ചോദിച്ചപ്പോൾ തന്നെ ആഭ്യന്തര വകുപ്പിലെ 3 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് കാരണം ഈ റിപ്പോർട്ട് കൈമാറുന്നതിനുണ്ടായ വീഴ്ചയാണ്. ഇവരെ സസ്പെൻഡ് ചെയ്തതിനൊപ്പം തന്നെ വളരെ പെട്ടെന്ന് ഇവർ ഈ പെർഫോമ റിപ്പോർട്ട് അടക്കം CBIക്ക് ഈ സർക്കാരിന്റെ വിജ്ഞാപനം അടക്കം കൈമാറുന്നു. പക്ഷെ അവിടെയും പിഴവ് സംഭവിച്ചിരിക്കുന്നു. ഇവര് കൈമാറിയത് CBIയുടെ കൊച്ചി ഓഫീസിലേക്കാണ്. ഇത് നൽകേണ്ടിയിരുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പേഴ്സണൽ വിങ്ങിലേക്കായിരുന്നു ഇത് കൊടുക്കേണ്ടിയിരുന്നത്. അതുപോലും നമ്മുടെ ആഭ്യന്തര വകുപ്പിന് അറിയുന്നില്ല. ഒരു CBIക്ക് ഒരു കേസ് കൈമാറണമെങ്കിൽ ഏത് ഓഫീസിലേക്കാണ് ഈ രേഖകൾ കൈമാറേണ്ടത് എന്നുള്ള സാങ്കേതികപരമായ അറിവ് പോലും ഇല്ലാത്ത നിലയിൽ അവർ കൊച്ചിയിലെ CBI ഓഫീസിലേക്ക് ഇത് കൈമാറുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഈ CBIയുടെ പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറേണ്ട രേഖകളാണ് കൊച്ചി CBI ഓഫീസിലേക്ക് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിമുടി സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായിരിക്കുന്നു, പിഴവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ലക്ഷ്മി ഇക്കാര്യത്തിൽ നമ്മൾക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. വിനോദാണ് വിവരങ്ങൾ നൽകിയത്.